എന്നാലും അപ്രൂവൽ ആവാത്തത് കൊണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് സാക്ഷ്യം പറയാം എന്നായിരുന്നു എനിക്ക് കിട്ടിയ മറുപടി. അതിനുശേഷം ഒരു 6 മാസ കാലഘട്ടം ഇതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടി നടന്നു. എന്താണേലും ആ സമയത്തും എനിക്ക് മാതാവിൻ്റെ സാമീപ്യം പ്രത്യേകമായി അനുഭവപ്പെട്ടു. എനിക്ക് അപ്രൂവൽ കിട്ടി. അത് RDD ഓഫീസിൽ നിന്ന് സാങ്ഷൻ കിട്ടണമായിരുന്നു. അവിടെയുള്ളൊരു മാഡം എന്നോട് പറഞ്ഞു, മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് കിട്ടാതിരിക്കുകയല്ലോ. എനിക്ക് എന്തായാലും കിട്ടി. ഗവൺമെൻറ് സ്കെയിലിൽ എനിക്ക് സാലറി കിട്ടി തുടങ്ങി. 2023 തൊട്ടുള്ള സാലറി എനിക്ക് മാതാവ് സാധിച്ചു തന്നു. അതിന് ഞാൻ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനുള്ള മറ്റൊരു കാര്യം എൻ്റെ മോളുടെ കാര്യമാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യമല്ല, എന്നാലും എൻ്റെ കുടുംബം എൻ്റെ ഒപ്പമുള്ളതുകൊണ്ട് അത് എന്നും എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിലുണ്ട്. ഏപ്രിൽ മാസം തൊട്ട് ഇവൾക്ക് യാതൊരു ശ്വാസം മുട്ടലോ അസുഖങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. ഏപ്രിൽ മാസം മുതൽ ഇവൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേക്കും. എന്താ കൊച്ച് കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഭയങ്കര ഒരു വിഷമം. ഒരു മിനിറ്റ് നേരത്തേക്ക് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവളെ ഒരിടത്ത് ഉറക്കി കിടത്തിയിട്ട് ഇപ്പോൾ രാവിലെ ആണെങ്കിലും എനിക്ക് കിച്ചണിലേക്ക് പോകാനൊന്നും സാധിക്കാത്തൊരവസ്ഥ, ഒരു പേടി. നമുക്കും പേടിയായി. ഇത് ഞാൻ ഡോക്ടർമാരെ കാണിച്ചു, 2 ഡോക്ടേഴ്സിനെ മാറി കാണിച്ചു. ആരും പറഞ്ഞു ഇവർക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി ബ്ലസ് ചെയ്യിപ്പിച്ചു. അപ്പോഴും മാതാവിനോട് ഞാൻ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് കൊച്ചിന് ഇത് വരുക. അങ്ങനെ ഞാൻ പിന്നെയും ഒരു ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് 2:30 ആകുമ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെല്ലണം എന്ന് പറഞ്ഞു. 2 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് കൊച്ചിനെ കൂട്ടാൻ ചെന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ എന്താ കൃപാസന മാതാവിനോട് നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നീ ഇതുവരെ കൊച്ചിനെ എന്താ അവിടെ കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറെ കാണാൻ പോകാനായിട്ട് ഡ്രൈവറും വന്നായിരുന്നു. ഞങ്ങൾ നേരെ അവിടുന്ന് വണ്ടിയെടുത്ത് ഡോക്ടറുടെ അടുത്തേക്കല്ല പോയതാണ്, ഇങ്ങോട്ടാണ് വന്നത്. 5:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. മാതാവിൻ്റെ അടുത്ത് വന്നതേ പറഞ്ഞു, മാതാവേ ഈ ശ്വാസം മുട്ടൽ മാതാവിന് തരാൻ വന്നതാണ്, തിരിച്ച് ഞങ്ങളുടെ കൂടെ തന്നു വിടരുത് കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നിപ്പോൾ 6 മാസമായി ഇതുവരെ മോക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതിന് ഞാൻ മാതാവിന് 1000 നന്ദി പറയുന്നു. മറ്റൊരു കാര്യമുള്ളത്, എനിക്ക് 1 മാസം മുമ്പ് മഞ്ഞപ്പിത്തം ആയി ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. 2 ആഴ്ചക്കാലം പുറത്തിറങ്ങാൻ പറ്റാതെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്. ആ ഒരു സാഹചര്യത്തിൽ മാതാവിൻ്റെ സാമീപ്യം പൂർണ്ണമായും ഞാൻ അനുഭവിച്ചു. ഞാൻ ഈ ഒരു ജപമാല കൊന്തയാണ് ഞാൻ ഇന്ന് ജപമാലയ്ക്ക് വേണ്ടി എടുക്കുന്നത്. ഞാൻ ആ ബെഡ് റെസ്റ്റ് ആയിട്ട് റൂമിൽ ഞാൻ ബെഡഡായ അന്ന് മുതൽ എൻ്റെ ഈ കൊന്തയിൽ മാതാവിൻ്റെ സുഗന്ധം, ആ 2 ആഴ്ചയും മാതാവിൻ്റെ നല്ല സുഗന്ധം ഉണ്ടായിരുന്നു. മക്കളെയും ഇവരും പറഞ്ഞു, അമ്മ ഇത് ഭയങ്കര പെർഫ്യൂമിൻ്റെ സ്മെല്ലാണല്ലോ, ഞാൻ വേറെ പുറത്തിറങ്ങുന്നില്ല, ആരെയും കാണുന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിൽ ആ 2 ആഴ്ച മാതാവിൻ്റെ നല്ലൊരു സാമീപ്യം ഞാൻ അനുഭവിച്ചു. അതിനുശേഷം ചെക്കപ്പ് കഴിഞ്ഞു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ആ സ്മെല്ല് ഈ കൊന്തയിലില്ല, മാറി. അപ്പോൾ എൻ്റെ ആ ഒരു വിഷമത്തിൽ മാതാവ് പൂർണ്ണമായും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഞങ്ങളുടെ താമസിക്കുന്ന വീടിന് ഒരു ബുദ്ധിമുട്ട്, വീടിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നാലും അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ മാതാവ് തന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോകാനും പേരൻസും ഒത്ത് സന്തോഷത്തോടെ താമസിക്കുവാനുള്ള ഒരു അനുഗ്രഹവും മാതാവ് സാധിച്ചു തന്നു.